ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാനുള്ള സമയം ഉണ്ടാവലില്ല. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിലത്തെ കാര്യങ്ങൾ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നുമില്ല. അപ്പോൾ പറ്റാവുന്ന സമയത്തൊക്കെ ഇടലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം പണി ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഇതാ ഉറക്കം വന്നിട്ട് നേരത്തെ നീക്കുമ്പോൾ ഒക്കെ കൂടെ ആയിട്ടേ ആകെ ഉറക്കം വന്ന് കിടക്കുകയാണ്. അപ്പോൾ അമ്മ എടുത്തോളി, ഞാൻ പരീക്ഷയാണ്, ഞാൻ വീഡിയോയിൽ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നായിക്കോട്ടെ, പരീക്ഷേൻ്റെ കാര്യങ്ങളായിട്ട് കുളിച്ചിട്ട് മുടി ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം അത് കാരണം ഇങ്ങനെ പരത്തിയിട്ടതാണ് ഉണങ്ങാൻ വേണ്ടിയിട്ട്. നനഞ്ഞ മുടി കെട്ടി വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ചോറ് വെക്കലില്ല. എന്നാൽ എന്താ വെച്ചാൽ ചൂട് കാരണം ചോറിനാൻ കഴിയണില്ല. അപ്പോൾ നമ്മളെ ഗോതമ്പ് ഉണ്ടല്ലോ, സൂചി ഗോതമ്പ്, അതിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് വാങ്ങിക്കും. അത് ഉപ്പുമാവ് ഉണ്ടാക്കും ഒരു ദിവസം, അതുകൊണ്ട് ഉണ്ടാക്കും. പിറ്റേ ദിവസം നമ്മളെ പൊടിയരി ഉണ്ടല്ലോ, പറ്റ പൊടിയല്ല, അതിൻ്റെ കുറച്ച് വലിയ നുറുക്ക്, അത് വാങ്ങിയിട്ട് ഉപ്പുമാവ്, അങ്ങനെ ഉപ്പുമാവായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ രാവിലെ വൈകുന്നേരത്തും പിന്നെ പോണത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു ഉഷാറുണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ശ്രീലക്ഷ്മിക്ക് കുറച്ച് ദിവസമായിട്ട് പാല് വാങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരത്ത് പാല് കൊടുന്ന് തിളപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് ഭയങ്കര ഒരു തളർച്ചയും എന്തൊക്കെയാണ് ഈ ചൂടായതുകൊണ്ട്. എന്തെങ്കിലും പഠിക്കാനുള്ളൊരു ഉഷാർ കിട്ടണമല്ലോ. ഭക്ഷണം കുറവാണ്, അവൾക്കുണ്ടാക്കും, ഞാൻ ഭക്ഷണം പൊതുവെ ഉപേക്ഷിച്ചു. പിന്നെ രാവിലെ കട്ടൻ ചായയൊക്കെ ഉപേക്ഷിച്ചതായിരുന്നു. അപ്പോൾ കുറച്ച് കട്ടൻ ചായ കുടിക്കലും തുടങ്ങിയിട്ടുണ്ട്. രാവിലെ കട്ടൻ ചായ മാത്രമേ കുടിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ഒരു ബോട്ടിൽ ചുക്കുവെള്ളം കൊണ്ടുപോകും, അത് വൈകുന്നേരം വരെ കുടിക്കും. ഉച്ചയ്ക്ക് ഭക്ഷണമില്ല, അത് കുറേ വർഷങ്ങളായി. അഥവാ ഉച്ചയ്ക്ക് എന്തെങ്കിലും കാരണവശാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ രാത്രിയിലത്തത് ഒഴിവാക്കും. അപ്പം അതുകൊണ്ട് ശരീരത്തിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മറ്റേത് എപ്പോഴും അസുഖങ്ങളും കാര്യങ്ങളുമാണ്. കാൽമുട്ട് വേദനയൊക്കെയാണ് വെയിറ്റ് കൂടി കഴിഞ്ഞാൽ. 55 കിലോയിൽ കൂടുതൽ കൂടാൻ പാടില്ല. അപ്പം അത് കാരണം ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പം ഒന്ന് സൂചി ഗോതമ്പും ഉപ്പുമാവും പപ്പടം ആണ്. പിന്നെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ അതും കൂട്ടി കഴിച്ചിപ്പോൾ ദാ പാല് തിളപ്പിച്ചത് ചൂടാറി കുടിച്ചു. കുറച്ചും കൂടി ഉണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ശ്രീലക്ഷ്മിക്ക് കൊടുക്കണം. ഞാൻ കുറച്ച് ചായ ഇട്ട് കുടിച്ചു. അപ്പോൾ തുണികളൊക്കെ കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകി വിരിച്ചു. പിന്നെ കുടിവെള്ളം ഉണ്ടായിരുന്നില്ല, അത് മോട്ടറിട്ട് പിന്നെ അടിച്ചു വെച്ചു. അപ്പോൾ മൂർക്കനാടിൻ്റെ വെള്ളം കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇനി വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് മക്രോണി. അപ്പോൾ അത് വാങ്ങിക്കൊടുന്നിട്ട് കുറച്ച് ദിവസമായി, കാരണം അത് ഉണ്ടാക്കി കൊടുക്കാനുള്ള സമയം കിട്ടുന്നില്ല. എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അത് ഒഴിവുള്ള ദിവസങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ്. എലി ഏതാണ്ട് ഒച്ചപ്പെടുത്തുന്നുണ്ട്, ഒരു ചെറിയ നൊച്ചക്കനെലി പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യത്തിനും സമയം കിട്ടാറില്ല. അമ്മേൻ്റെ അടുത്തേക്ക് ഞാൻ പോയിട്ടില്ല. അമ്മേൻ്റെ അടുത്തേക്ക് ഇനിയിപ്പോൾ ഈ ഞായറാഴ്ച നോക്കട്ടെ. കാരണം ഇവിടുത്തെ പണിയും വേണമല്ലോ എടുക്കുക. വീട് പൊളിഞ്ഞാടാനിരിക്കുകയാണ് കേട്ടോ. വീടിന് എന്താ പറയുക, നമ്മൾ പൈസയൊന്നും ആയിട്ടില്ല. വീട് മൊത്തത്തിൽ പൊളിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഞങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഞങ്ങളെ വീട് മൊത്തത്തിൽ പൊളിച്ച് മേയണം. അടുത്ത മഴ വരുമ്പോഴേക്ക് പൊളിച്ച് മേഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും
മരണത്തിൻ്റെ വക്കിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പണിക്ക് പോകുന്നുണ്ട്, എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പണിക്ക് പോകുന്നുണ്ട്. എനിക്ക് എന്താ പറയുക, വീട് പൊളിച്ച് മേയാനുള്ള ഒരു ഇത് പൈസയൊന്നും ഞാൻ പണിക്ക് പോയാലും ഒക്കില്ല. പിന്നെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെന്താ വെച്ചാൽ നമുക്ക് സഹായത്തിന് ആരുമില്ല. അനിയനാണ്. അനിയന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അനിയനും അമ്മ വീട്ടിലാണ്. അപ്പോൾ അമ്മേനെ അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ തന്നെ ഈ വീട് പൊളിഞ്ഞാടായിരിക്കുകയാണ്. ഞാൻ ആരുടെ അടുത്തൊന്നും പറയാതെ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കി വീട് പൊളിച്ച് വേണം എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു. അതെനിക്ക് സാധിക്കില്ല എന്ന് മനസ്സിലായി. ഇനി വരെ ലക്ഷ്യമുള്ളൂ, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിക്ക് നീങ്ങാണ്. അല്ലാതെ എന്നെക്കൊണ്ട് കഴിയൂല. എനിക്ക് കിട്ടുന്ന സാലറി ശ്രീലക്ഷ്മീൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോലും തികയാത്തൊരവസ്ഥയാണ്. പിന്നെ അമ്മേൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, കഴിഞ്ഞ ഞായറാഴ്ച അമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. പോകണമെന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ പോവുള്ളൂ. എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് തന്നെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ മാത്രമേ പോകലുള്ളൂ. പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ പോവില്ല. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചുമയും അലർജിയൊക്കെ ആയിട്ട് ഉള്ള പ്രശ്നങ്ങൾ കാരണം പോയിട്ടുണ്ടായിരുന്നില്ല. മറ്റേതെല്ലാം ഞായറാഴ്ച ഞാൻ പോണതാണ്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റണത് ഞാൻ വാങ്ങിക്കൊടുക്കലുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് കിട്ടണ അത് അറിയാലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി മുന്നോട്ട് പോകണില്ല. അപ്പോൾ ആരെങ്കിലും ചാരിറ്റി ആയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് വീട് ഒന്ന് പൊളിച്ച് ചെയ്ത് തരികയാണെങ്കിൽ. ഞങ്ങളെ സ്വന്തം വീടല്ല, കൂട്ടുസ്വത്താണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഞാൻ ശ്രീലക്ഷ്മി നമ്മളെ കുടുംബത്ത് വന്ന് നിൽക്കണേതായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനെ സൂയിസൈഡ് ചെയ്ത് മരിച്ചതാണ്. അനിയൻ്റെ കുറച്ച് കല്യാണക്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു സമയത്ത് പലിശയും മുതലും കൂടെ അടയ്ക്കാൻ കുറച്ചൊരു പൈസേൻ്റെ ഒരു ഇത് വന്ന് അങ്ങനെ അച്ഛന് ടെൻഷൻ കയറി. അച്ഛനതുപോലെ അനിയൻ്റെ അടുത്ത് പൈസ ചോദിച്ചപ്പോൾ അനിയൻ പറഞ്ഞത് എന്താ വെച്ചാൽ, അനിയൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ആധാരം വെച്ചിട്ടുള്ളത്. അനിയൻ്റെ അടുത്ത് ഒരു പൈസയില്ല. അവനൊരു കാര്യത്ത് സംസാരിച്ചു, അത് അച്ഛനെ വല്ലാതെ വേദനിപ്പിച്ചു. ആ വാക്ക് കേട്ടുകൊണ്ട് ഇറങ്ങിപ്പോയതാണ്. പിന്നീട് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അച്ഛനെ തിരിച്ചു കിട്ടുന്നത്. നല്ല രീതിയിലല്ലായിരുന്നു. അപ്പോൾ കടബാധ്യത കാരണം അച്ഛനെ സൂയിസൈഡ് ചെയ്തതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ആ നടുക്കം വിട്ട് മാറിയിട്ടില്ല. ഞങ്ങൾക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ പറയുമ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഇന്നും ആ ഒരു വേദന മാറിയിട്ടില്ല. അതൊക്കെ കടിച്ചമർത്തി പിടിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അച്ഛൻ പോയ പിന്നെ വീടും കാര്യങ്ങളും നോക്കാൻ ആളില്ല. എല്ലാ ബാധ്യതകളും എനിക്കായി. ഇപ്പോൾ വീട്ടിൽ ഞാനും ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയാത്തൊരവസ്ഥ വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തു തരാൻ താല്പര്യമുള്ളവർ ചെയ്തു തരിക. കാരണം നമുക്ക് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത്, ഇത് വലിയൊരു വീടാണ്, കുടുംബ വീടാണ്. അതുകൊണ്ട് നമുക്കത് പൊളിച്ച് മേയാൻ നല്ലൊരു സംഖ്യ ചിലവാണ്. അപ്പോൾ അത്രമാത്രം നമ്മളെ കയ്യിൽ നിന്ന് എടുക്കാനില്ല. പിന്നെ എന്തായാലും മഴ വരുന്നതിൻ്റെ മുന്നേ പൊളിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ ജീവിതം അവതാളത്തിലാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതുവരെ ആരുടെ അടുത്തും അങ്ങനെ ഞാൻ ഇതുവരെ ചോദിക്കാൻ പോയിട്ടില്ല. നമ്മളെ കൊണ്ട് കഴിയാത്തൊരു ഘട്ടം വന്നതുകൊണ്ടാണ്. അപ്പോൾ നല്ല മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചാരിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിലും ചെയ്തു തന്നാൽ അത് വലിയൊരു നന്മയായിരിക്കും. കാരണം അമ്മേനെ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അമ്മയ്ക്ക് പെട്ടെന്ന് പൊളിഞ്ഞാടി എന്തെങ്കിലും ആയാൽ അവിടെ നിന്ന് ഓടാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്. അപ്പോൾ അമ്മ മറ്റേ ഇതുണ്ട്, എന്താ പറയുക, അതിന്
പിടിച്ച് നടക്കണം, വാക്കറിൽ പിടിച്ചിങ്ങനെ നടക്കുമെങ്കിലും നോക്കി നിൽക്കണം. അപ്പോൾ 2 വട്ടം മൂലകുത്തി വീണു. അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കാതിരിക്കട്ടെ. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നീട്ട് നടക്കെന്തെങ്കിലും ചെയ്ത് വീണാലോ നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത്. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, എനിക്ക് പണിക്ക് പോകാതെ ഇരിക്കാനും പറ്റില്ല. കാരണം ശ്രീലക്ഷ്മി അടുത്തത് 8ാം ക്ലാസ്സിലേക്കാണ്. ഒരുപാട് കടമ്പകൾ ഇനി മുന്നോട്ട് പോകാണ്ട്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ഒരു പ്രയാസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് വരെ ആരോടും ഒരു സഹായങ്ങളും ചോദിച്ചിട്ടില്ല. പിന്നെ ചാരിറ്റിയൊക്കെ ചെയ്യണ നാസർമാനൊക്കെ എനിക്ക് 3 സെൻറ്റ് സ്ഥലം എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അത് മുദ്രപത്രത്തിൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ആധാരം കിട്ടിയിട്ടില്ല. അതിൽ വീട് വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്തൊക്കെ പോയി. അവരുടെ അടുത്തും കൂടുതൽ പോകാനോ അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഒന്നിനും നേരിട്ട് കാണാനോ പറ്റിയില്ല. അതുകൊണ്ട് 6 മാസത്തിൻ്റെ ഉള്ളിൽ വീട് വെക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ സ്ഥലം ഇപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞു, 6 മാസം എന്നോ കഴിഞ്ഞു. എനിക്ക് വീട് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ ആരെങ്കിലും എനിക്കും ശ്രീലക്ഷ്മിക്കും ചെറിയ വീട് മതി, വലിയ കൊട്ടാരമൊന്നും വേണമെന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്കൊരു വീട് വെച്ചാൽ താല്പര്യമുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു വീട് വെച്ച് തന്നാൽ വളരെ ഉപകാരം. കാരണം ഈ കുടുംബത്തിൽ നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ബാധ്യതകളും കൂടി എനിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഭാഗം വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള തീരുമാനങ്ങളൊക്കെ നടന്നു. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ എങ്ങോട്ടും ഇല്ല, ഞങ്ങളെ കൊണ്ടുവന്നൊരു വീട് വെക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ SSLC കഴിഞ്ഞ ഉടനെ പണിക്ക് ഇറങ്ങിയതാണ്. അച്ഛൻ്റെ മരണ ശേഷമാണ് എൻ്റെ കല്യാണം നടന്നത്. അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് എനിക്കുണ്ടായത്. അതും കൂടെ ഞാൻ പറയുകയാണ്. സ്ത്രീധനം, സ്വർണം, അതിൻ്റെ പേരിലാണെന്ന് ഞാൻ വീട്ടിൽ വന്നിരിക്കേണ്ടി വന്നത്. കാരണം 5 ലക്ഷം രൂപ സ്ത്രീധനം ചോദിച്ചതിൻ്റെ പേരിൽ എൻ്റെ ജീവിതം വഴിയാധാരമായി. എനിക്കൊരു പെൺകുട്ടിയാണ്, അതിനെ മുന്നോട്ട് വളർത്തിക്കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവരും ചാരിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തു തരാം. നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തു തരാം. ശ്രീലക്ഷ്മി എല്ലാം കൊണ്ടൊരു കലാകാരിയാണ്. ഓട്ടുന്നുള്ളൽ ഒക്കെ പഠിക്കാൻ പോകണ്ടേന്ന്, ഇപ്പോൾ ഫീസ് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ടിൽ പോകാതിരിക്കുകയാണ്. ഡാൻസ് എല്ലാം ചെയ്യും. എല്ലാ കഴിവുകളും ഉണ്ടായിട്ട് പോലും ശ്രീലക്ഷ്മിക്ക് സ്വന്തമായിട്ട് കയറി കിടക്കാൻ വീടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ള ജീവിതം ഒരാൾക്കും ഇനി ഉണ്ടാവരുത്. ശ്രീലക്ഷ്മിക്ക് കുറേ സമ്മാനങ്ങളും മൊമെൻറ്റോകളൊക്കെ കിട്ടിയിട്ടുണ്ട്, മെറിറ്റൊക്കെ. അതൊക്കെ അലമാരയിൽ വെക്കണം എന്നൊക്കെ ഓരോ സമയത്ത് കിട്ടുമ്പോഴും പറയും. നമ്മളെല്ലാത്തിനും ഇങ്ങനെ നമുക്ക് മൂളിക്കൊടുക്കാനല്ലേ സാധിക്കുള്ളൂ. അപ്പോൾ മരിക്കുന്നതിൻ്റെ മുന്നേ ഒരു വീടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ജീവിക്കുകയാണ്. ഇതുവരെ അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്നേ, പക്ഷെ കഴിയൂല. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ താങ്ക് യു.